പി സുമോദ് എന്ന ഞാൻ നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ സണ്ണി ജോസഫ്. KPCCയുടെ അധ്യക്ഷനും കൂടിയായിട്ടുള്ള സണ്ണി ജോസഫ് ഇത്തവണ വിജയിച്ചു കയറി മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. സണ്ണി ജോസഫ് അടുത്തതായി സത്യവാചകം ചൊല്ലുകയാണ്. I, Sunny Joseph, having been elected a member of the Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. ശ്രീ നാട്ടകം സുരേഷ്. നാട്ടകം സുരേഷ് എന്ന ഞാൻ നിയമസഭയിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ശ്രീ A.D. തോമസ്. A.D. തോമസ് ആണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആലപ്പുഴയിൽ നിന്ന് കന്നി മത്സരത്തിൽ തന്നെ വിജയിച്ചു കയറിയ A.D. തോമസ് ഈ സഭയിലെ പ്രായം കുറഞ്ഞ മറ്റൊരു MLA. 30 വയസ്സ് മാത്രമാണ് A.D. തോമസിന്റെ പ്രായം. മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം, അങ്ങനെ ഗൺമാന്മാരുടെ മർദ്ദനമേറ്റ A.D. തോമസ്. A.D. തോമസ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.